ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. അപ്പോൾ ഇത് ഞങ്ങൾ പീലിക്കുള പോയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇച്ചിരി ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, എന്നാലും വേണ്ടില്ല. ഇപ്പം ഞങ്ങൾ പ്ലാനറ്റോറിയം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് പോയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഗൊത്തുമനയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ജയിലർ മൂവിയിൽ ആ കന്നഡ നടൻ വരുമ്പോൾ കാണിച്ചിട്ടുള്ള ആ ഒരു വീട് കേട്ടോ. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളുനാട്ടിലെ പഴയകാല സമ്പന്ന കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു വീടിൻ്റെ ഒരു മാതൃകയിലാണിത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മരവും കല്ലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ഒരു പഴയകാല ജീവിത ശൈലി, അവരുടെ സംസ്കാരം എല്ലാം അറിയാൻ പറ്റും ഇതിനകത്ത്. അതുപോലെ അവരുടെ ചരിത്രം ഒരുമിച്ച് അനുഭവിക്കാനും പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നടുമുറ്റം തന്നെയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന പഴയകാല അടുക്കളയാണ് കേട്ടോ. അവിടെ അവരെങ്ങനെയൊക്കെയാണ് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത്. അതുപോലെ പൂജാമുറി ഉണ്ട്. പിന്നെ അതുപോലെ എല്ലാം മരം കൊണ്ടുണ്ടാക്കിയ വാതിലുകളും തൂണുകളും ഒക്കെയാണ് കേട്ടോ. ഇവിടുത്തെ കലാരൂപങ്ങൾ രൂപം മൂകാംബിക യക്ഷഗാനം എന്ന് പറഞ്ഞു. നമ്മുടെ അവിടുത്തെ തെയ്യം തരാന്നൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞു. ഇപ്പം ഈ കാണുന്ന എല്ലാം പണ്ട് കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ. അവർ ഇതുപോലെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. നമുക്കത് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ യൂസ് ചെയ്ത പോലെ തന്നെ പഴയ ആൾക്കാർ എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്രേ കാണാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഫ്രണ്ട് വാഷാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ മഴയും കൂടി ആയപ്പോൾ നല്ല ഒരു അടിപൊളി വൈബ്. പിന്നെ ഇതേ നമ്മളെ ബാലമോളെ ഫാഷൻ ഷോ ഒക്കെ കുറച്ച് ഞങ്ങൾ എടുത്തപ്പോഴത്തേക്ക് അവർ വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഓടിച്ച് അതാ എന്താക്കിയാലോ പ്രൊവോക്ക് ചെയ്താലാണ് അത് അതിപ്പോ മഴയത്ത് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. അടുത്ത ഞങ്ങൾ പോയത് പീലിക്കുള ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. ഇത് തുളുനാടിന്റെ പഴയകാല അവരുടെ ജീവിത രീതിയും സംസ്കാരവും അതേപടി പരിചയപ്പെടുത്തുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം പോലെയാണ് അവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ആൾക്കാർ നമുക്ക് അത് കാണിച്ചു തരുകയും ചെയ്യും. അതുപോലെ തന്നെ അവരവിടെ തന്നെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നതൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റിസോർട്ട് ലുക്കാണ്. ഇവിടെ പഴയകാല വീടുകളും അതുപോലെ കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, പിന്നെ കരകൗശല തൊഴിലാളികളുടെ ജോലി സ്ഥലങ്ങൾ, പിന്നെ നമ്മളെ പണ്ടത്തെ അടുക്കള, പിന്നെ അവർ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത്, പിന്നെ അവരവിടെ ചെയ്തിരുന്ന നമ്മളെ തൊഴിൽ, അങ്ങനത്തെ ഒക്കെ ആണ് ഓരോ വീടുകളും കാണിക്കുന്നത് കേട്ടോ. ഇപ്പം ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവർ നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും, ഡെമോ കാണിച്ചു തരും. പക്ഷെ അവിടെ സെയിലില്ല കേട്ടോ. നമുക്ക് അവർ ഈ ഉണ്ടാക്കിയ സാധനം വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കണം. അവിടെ ഇപ്പം അവർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ, അല്ലാണ്ട് അവിടെ സെയിൽ അവർ നടത്തുന്നില്ല. പിന്നീടുള്ള ഒരു വീടെന്ന് പറയുന്നത് നെയ്ത്തിൻ്റെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റില്ല, കാരണം അതിനൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അവർ അതൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു തരുന്നത് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലേ അവർ ഒരുമിച്ച് ഒരു ടൈമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. ഞങ്ങളാണെങ്കിൽ പോയപ്പം ഞങ്ങൾ 2 ഫാമിലീസ്, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ വരുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് അവിലുണ്ടാക്കുന്നതാണ് കേട്ടോ. ആദ്യം ഇവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെല്ല് വെള്ളത്തിൽ കുതിർത്തിട്ട് ആവിയിൽ വേവിക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയ നെല്ല് വലിയൊരു ഉരലിലാണിട്ട് ഇടിച്ചാണ് തവിട് വേർപ്പെടുത്തിയിട്ടാണ് പിന്നെ അവിൽ അതിൽ നിന്ന് എടുക്കുന്നത്. ആ ഇടിച്ച അവിൽ എന്നിട്ട് നമുക്ക് കഴിക്കാനും തരും കേട്ടോ. സംഭവം നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ നടക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരു പഴയ ഗ്രാമത്തിലൂടെ ഒക്കെ പോകുന്ന ഒരു അനുഭവമാണ് കിട്ടുന്നത്. ഈ തുളുനാടിൻ്റെ പാരമ്പര്യ ചരിത്രവും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർ പീലിക്കുള ഹെറിറ്റേജ് വില്ലേജ് തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വൈബാകും കിട്ടുക. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട് എത്തിയിട്ടോ. വീട് എത്തിയപ്പോഴാണ് എന്തായാലും ഒരുങ്ങി കെട്ടി ഇറങ്ങിയതല്ലേ, അപ്പോൾ ഒരു റീൽസ് എടുത്തേക്കാന്നും പറഞ്ഞിട്ട് നമ്മൾ റീൽസ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു തിരക്കിലാണ്. ഇവിടെ ഇപ്പം എല്ലാവരും നൈറ്റ് കുക്കിംഗ് പരിപാടിയിലാണ്. ഇപ്രാവശ്യം കുക്കിംഗ് ചെയ്യുന്നത് husbands. No. Only one husband. Two husband illa. And wife of Ram. Oh, sorry. So one husband and one wife. But one husband is wife of. One husband of one wife and one wife of one husband. Yes. So one husband and one wife One cooking. husband will cook pork and one will cook beef. Wait second. അങ്ങനെ രാത്രിയപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ചെറിയ കലാപരിപാടികളിലേക്കൊക്കെയാണ്. അപ്പോൾ കുക്ക് ചെയ്യണത് നമ്മുടെ ചേട്ടന്മാരാണ് കേട്ടോ. പിന്നെ വേറെ കലാപരിപാടികൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ആവേശമായിട്ട് പിന്നെ പാട്ടായി, ഭക്ഷണം കഴിക്കലായി. അങ്ങനെ എന്തായാലും ആ ഒരു നൈറ്റ് ഞങ്ങൾ എല്ലാ ടെൻഷൻസും മറന്ന് ഒരുപാട് സന്തോഷിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലം ഇതുപോലെ ഇങ്ങനെ കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ അവർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിന് ബുക്കിംഗ് കൺഫേം ആയില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നും ഇല്ല, എന്തായാലും അവർക്ക് പോകണം. പിന്നീട് നമ്മൾ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത ട്രെയിന് അവൈലബിലിറ്റി എപ്പോഴാണ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളുടെ ഡിസ്കഷനായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ട്രെയിൻ ഓൾറെഡി എന്താ പറയുക അവർക്ക് കൺഫേം ആയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ കിട്ടി. അപ്പം ഫസ്റ്റ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തതിന് കൺഫേം ആയതിൻ്റെ ശേഷം പിന്നീട് അടുത്ത പ്രോഗ്രാം നോക്കാമെന്നുള്ള ഒരു രീതിയിലായിരുന്നു. അങ്ങനെ ആ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ചിക്കിങ്ങിൽ കയറിയിട്ട് അടിപൊളി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. കാരണം കുട്ടികൾക്ക് എന്തായാലും വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ട്രെയിന് കൺഫേം ആയില്ലല്ലോ, പിന്നെ എന്നാൽ ഫുഡ് കഴിക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആ സമയം കൊണ്ട് ഞങ്ങൾ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഞാനും സേതുവും കൂടി ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം മക്കളെ ഇവർ രണ്ടുപേരും നോക്കട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു കേട്ടോ. നോട്ട് കൺഫേംഡ് എടാ. ആ ഇതാ വന്ന മെസ്സേജ് വന്നു എനിക്ക്. നോട്ട് കൺഫേം എന്ന് പറഞ്ഞു. ടിക്കറ്റ്സ് ആർ നോട്ട് കൺഫേംഡ്. ഓട്ടോമാറ്റിക് റീഫണ്ട് പ്രോസസ്. നാളെ 11:10 വണ്ടി ഉണ്ട്. രാവിലെയോ? അപ്പോൾ പെട്ടെന്നല്ലേ എത്തും? ഇല്ല, വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തും. ബസ് ഒന്നും ഇപ്പൊ ടിക്കറ്റ് കിട്ടില്ല, നോക്കി നോക്കും. ട്രിവാൻഡ്രത്തിൽ ബസ് ഉണ്ടോ? വിശ്വാന്റെ വിളി മെസ്സേജ്. എന്താണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ടിക്കറ്റും കൺഫേം ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടു കേട്ടോ. അപ്പം നമ്മൾ മംഗലാപുരത്തുള്ള എന്താ പറയുക തണ്ണീർഭാവി ബീച്ചിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു പറഞ്ഞു വാച്ചി. ടോം ആൻഡ് ജെറിയുടെ വെയിറ്റാ. ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല.
അവിടെ വേറെ ഒന്നുമില്ല അവിടെ അവിടെ എത്തിയപ്പോൾ ഇത് പലർക്കും പല ടേസ്റ്റാണ്. കുട്ടികൾക്ക് കയറ്റ് വേണം, അതുപോലെ എൻ്റെ ഏട്ടായിക്ക് കൊച്ചിനും കൊണ്ട് കടലിലിറങ്ങി കളിക്കണം. അങ്ങനെ പലരും പിന്നെ അവിടുന്ന് പല ഭാഗത്തായി. ഞാനാണെങ്കിൽ കുറച്ച് വീഡിയോസ് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ടയേർഡായി. പിന്നെ ഇത് നമ്മുടെ വസുട്ടനെ കടലിലിറക്കാനുള്ള ബദ്ധപ്പാടിലാണ് കേട്ടോ. ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. സംഭവം ഈ ട്രൗസർ കയറ്റി വെക്കാൻ നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞതങ്ങ് ഒഴിച്ച് മാറ്റിയേക്ക്, അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുമല്ലോ. അവിടെ വന്നോട്ടെ അവിടെ എനിക്ക് മതില് പോലെ നിൽക്കുന്നു. എവിടെ ബാല എവിടെ? ബാല പോയി നിക്ക്. ആ അമ്മയുടെ കൂടെ നിന്നോ മതി. നിന്നോ? ആ ഓക്കെ. ഐഫോൺ എടുക്കാൻ പോവാണ്. എല്ലാവരുടെയും ഒറിജിനൽ കോലം കാണാൻ വേണ്ടിട്ട്. ഇതെല്ലാം ഇതായി രാംചേട്ടാ. ക്യാമറ ആണോ? അല്ല മറ്റേ എന്തൊക്കെ ആയി അപ്ഡേറ്റ് ആയി. ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാച്ചുറൽ ആയിട്ടല്ലേ നമുക്ക് എടുക്കാം. ഫോട്ടോ ആണോ വീഡിയോ ആണോ? ഫോട്ടോ. അങ്ങനെ ഇത് നമ്മുടെ 2 ദിവസത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മംഗലാപുരത്തെ അനുഭവം എന്നുള്ളത്. നമ്മൾ യാത്ര ആവുകയാണ്. ബൈ ടാറ്റ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? മാംഗ്ലൂർ സൂപ്പർ ആയിരുന്നു. മഴയായതുകൊണ്ട് ഒന്നും അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് പോയി അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, സൂപ്പർ ആയിരുന്നു. പക്ഷെ നമ്മള് വീട്ടിൽ ചില്ല ഔട്ട് ചെയ്തു. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങള് ഒത്തുചേരുന്നതാണ്. അപ്പൊ ബൈ ഗായ്സ്. അപ്പൊ നമ്മള് മാംഗ്ലൂർ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇവിടെ ഇഷ്ടായോ? ഇപ്പൊ പോണോ? തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നുണ്ടോ? തിരുവനന്തപുരത്തേക്ക് പോവാണോ? വീട്ടില് പോകുന്നുണ്ടോന്ന്? ഇല്ല. പോവാൻ താല്പര്യമില്ല? ലക്ഷ്മി മേഡത്തിനെ ഞാൻ വിളിക്കാം. നമുക്ക് ഇവിടെ അഡ്മിഷൻ ആക്കി. അമ്മയും വീട്ടിൽ നിൽക്കണ്ട, ഞാനും വീട്ടിൽ നിൽക്കണ്ട. അമ്മേ അമ്മയും വീട്ടിൽ നിൽക്കണ്ട, ഞാനും വീട്ടിൽ. എന്തേ? എല്ലാവർക്കും ഒരു ബൈ പറ. ബൈ 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 ഗായ്സ് പറ. സോ സേതു ഒന്ന് പുറത്തോട്ട് വരൂ. എന്തായിരുന്നു എക്സ്പീരിയൻസ്? രാമുവിന്റെ എക്സ്പീരിയൻസ് രാമു പറഞ്ഞു. ആണോ? നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫ്രണ്ട്സിനെ എടുത്ത് വന്നാലേ. നമ്മള് ആദ്യമായിട്ടാണ് മാംഗ്ലൂരിൽ വരുന്നത്. നല്ല എല്ലാവരോടും അടിച്ചു. മാംഗ്ലൂർ കേരളത്തിലാണെന്ന് വിശ്വസിച്ചവള് ഇവിടെ വന്നപ്പോ ഇത് ഇവിടെ ആൾക്കാര് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റി. അതെ രാമു ചേട്ടനെ ലാസ്റ്റ് പഞ്ചപാണ്ഡവ ക്ഷേത്രത്തില് ഖദ്രി ടെമ്പിൾ വന്നിട്ട് ഭയങ്കര ഹനുമാൻ ഭക്തനാണല്ലേ? ഭക്തനായിട്ടുള്ള ഹനുമാനെ കണ്ട് ബ്ലെസ്സിംഗ് വാങ്ങിച്ചു. ബ്ലെസ്സിംഗ് വാങ്ങി. പിന്നെ മറ്റാ 5 കുളത്തില് ഞങ്ങള് പിന്നെ ഇവിടുത്തെ കൾച്ചറൽ
സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. അവരുണ്ടാക്കണ കണ്ടു, കയറുണ്ടാക്കണ കണ്ടു. നമുക്ക് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടുത്ത ഇത് ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു പ്ലാൻഡ് അല്ലായിരുന്നു. നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ പോകണമെന്ന് ഒരു ദിവസം ഉണ്ട്. വാരണാസി പോകാൻ പ്ലാൻ ചെയ്തു. നിങ്ങൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേനും വരട്ടെ, അത്രേ ഉള്ളൂ. അതാണ് എപ്പോഴും അൺപ്ലാൻഡ്. കാര്യങ്ങളാണ് എപ്പോഴും പെർഫെക്റ്റ്. വാരണാസി പോകാൻ നിൽക്കായിരുന്നു. എവിടെ പ്ലാൻഡ് മീറ്റ് ആണ്. ബട്ട് കള്ളത്തരം പറയണം. കള്ളത്തരമല്ല, ഞാൻ വാസ്തവം. നെക്സ്റ്റ് ടൈം നമ്മൾ ഇനി ട്രിവാൻഡ്രം പൊന്മുടി ഞങ്ങൾ ഇവരെയാണ് വിളിച്ചത് ട്രിവാൻഡ്രത്തേക്ക് വരാൻ വേണ്ടിട്ട്. പക്ഷെ നിൽക്കാൻ പറ്റില്ല, ഉറപ്പ് നിൽക്കാൻ പറ്റും. അപ്പോ നമ്മൾ യാത്രയാവുകയായി. അവസാനമായി രാമചേട്ടന്റെ ഒരു പാട്ടും. ഇനിയിപ്പോ ഒരു പാട്ട് കേട്ടോ ആരെങ്കിലും. യാത്രയായി സൂര്യാമുഖം. രാമു വൈബ് രാമു. രാമുചേട്ടന്റെ 2 ജിമ്മുള്ളത് പരസ്യം കൊടുക്കട്ടെ രാമു.